മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. അവരെല്ലാം പൗരന്മാരാണ്, പ്രായപൂർത്തിയായവർ. അവർക്കൊരു കമ്പനി ഉണ്ടാക്കാം, കമ്പനിയുടെ ഭാഗമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ വഴിക്ക് നീങ്ങും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായി താല്പര്യമില്ല. പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത്. ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നും ഒരു അസൂയും കുശുമ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. CPM നേതാക്കന്മാർ പിണറായി വിജയനെ ഭയന്ന് മത്സരിച്ച് പിന്തുണ കൊടുക്കുകയാണ്. അധികാരത്തിൻ്റെ കൂടെ നിൽക്കുക എന്നാണ് തീരുമാനം. അപ്പോൾ നമ്മുടെ ബിനോയ് വിശ്വം ആദ്യം പറഞ്ഞത് അത് തന്നെയാണ്. രണ്ടാമത് പാർട്ടി യോഗം കൂടിക്കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള രീതിയിലാണിത് പറഞ്ഞത്. അപ്പോൾ ഈ CPM നേതാക്കന്മാർക്ക് കാഴ്ചപ്പാടല്ലല്ലോ, ആഴ്ചപ്പാടാണുള്ളത്. ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. തുടർച്ചയായി CPM-നും മുഖ്യമന്ത്രിക്കുമെതിരെ പരസ്യമായി വിയോജിപ്പ് പ്രകടമാക്കുന്ന CPM നടപടിയിൽ ഇടഞ്ഞ CPM പരസ്യ പ്രതികരണങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി നൽകാനാണ് CPM-ന്റെ തീരുമാനം. അസൂയയുടെയും കുശുമ്പിന്റെയും ആവശ്യമില്ല എന്ന മന്ത്രി വി ശിവൻകുട്ടി. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ജോസഫ് സി മാത്യു, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ശ്രീ N ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, മാധ്യമപ്രവർത്തകൻ. ശ്രീ ജോസഫ് സി മാത്യു, അതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ CPM തീരുമാനിക്കുന്നു. ആ ഭാഷ കൈകാര്യം ചെയ്യാൻ പാർട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കണം സ്വാഭാവികമായും വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഒരു പ്രതികരണം വരുന്നത്. അസൂയയും കുശുമ്പിന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം CPIക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. വലിയേട്ടൻ മനോഭാവമാണ്, ഇത് ഇടതു സർക്കാരാണ്, പിണറായി സർക്കാരല്ല തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ CPI കാലാകാലങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്, ഈ തുടർഭരണത്തിന്റെ കാലം അത്രയും. പക്ഷേ ഇതിപ്പോ ചില കാര്യങ്ങളിൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് CPI പറയുമ്പോൾ പാർട്ടി അങ്ങനെയല്ല, അതായത് CPM അങ്ങനെയല്ല ചെയ്തത്. ആദ്യത്തെ വാർത്താക്കുറിപ്പടക്കം മുഖ്യമന്ത്രിയുടെ മകൾക്ക് പിന്തുണ കൃത്യമായി, അത് രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ വേട്ടയാണ് എന്നറിഞ്ഞുകൊണ്ടുള്ള പിന്തുണയാണ് CPM കൊടുക്കുന്നത്. ആ വഴിക്കില്ല CPM എന്നതിനെയാണ്, ആ വഴിക്കില്ല CPI എന്നതിനെയാണ് തക്ക മറുപടി കൊടുത്ത് പ്രതിരോധിക്കാൻ CPM തീരുമാനിക്കുന്നത്. ഇത് കാഴ്ചപ്പാടാണോ ആഴ്ചപ്പാടാണോ? മാധു, ഇത് ഇപ്പോൾ ശിവൻകുട്ടി നടത്തിയ പ്രസ്താവന അങ്ങനെ ഒരു ആലോചിച്ചുറപ്പിച്ച് എടുത്ത ഒരു പ്രസ്താവനയായിട്ട് പോലും കാണേണ്ടതില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചില മന്ത്രിമാരങ്ങനെ മുഖ്യമന്ത്രിയുടെ എടുക്കുന്ന എല്ലാ സമീപനത്തെയും ന്യായീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. ഇപ്പോൾ ശിവൻകുട്ടിയുടെ പ്രസ്താവനകൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ കാണുവാൻ വേണ്ടി കഴിയില്ല എന്നോ അങ്ങനെ ഒരു വേണ്ടി പ്രയോഗമുണ്ട്. സത്യത്തിൽ അങ്ങനെ മലബാർ കണ്ണൂർ ഭാഗത്തു നിന്നുള്ളവരല്ലാതെ മലയാള ഭാഷയിൽ അങ്ങനെ വേണ്ടി ഇടയ്ക്ക് ചേർക്കാറില്ല. പക്ഷേ ഇപ്പോൾ CPM-ൻ്റെ നേതാക്കന്മാർ പലരും പറയുന്നിടത്ത് ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഈ വേണ്ടി എന്നും കൂടി കയറി വരുന്നുണ്ട്. അതവരറിയാതെ വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആരാധനാ മനോഭാവത്തിൽ നിന്ന് അറിയാതെ ഇൻവോളണ്ടറിലി നമ്മുടെ ഭാഷയിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ്. ഇത് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത് ബിനോയ് വിശ്വം ആദ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിന്ന്, അല്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് അദ്ദേഹം നടത്തിയ അഭിപ്രായത്തിൽ നിന്ന് ഒരു തിരുത്തൽ CPIയുടെ ഉന്നതതല യോഗങ്ങൾക്ക് ശേഷം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വ്യക്തമായ ഒരു കാര്യം പറയുന്നു. അത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയെക്കുറിച്ചോ കമ്പനിയുടെ ഇടപാടുകളെക്കുറിച്ചോ ന്യായീകരിക്കാൻ CPI ഇല്ല. പക്ഷെ മുഖ്യമന്ത്രി ഞങ്ങളുടെയും കൂടി നേതാവാണ്, മുഖ്യമന്ത്രിയെ ഞങ്ങൾ ന്യായീകരിക്കുകയും ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് പാർട്ടിയുടെ നിലപാടായിട്ട് അവർ പറയുന്നത്. CPM-ഉം ഇപ്പോൾ അതിന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ LDF പറയണം, അല്ലാതെ പുറത്ത് പറയുകയല്ല ചെയ്യേണ്ടതെന്നാണ്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിനോയ് വിശ്വം പറഞ്ഞത് CPIയുടെ നിലപാടാണ്. CPM-ൻ്റെ നിലപാട് പത്രക്കുറിപ്പ് ഇറക്കുമ്പോഴും അവർ LDF-ൽ ചർച്ച ചെയ്തിട്ടല്ല CPM-ൻ്റെ നിലപാട് ഇറക്കിയത്. CPM രണ്ട് കമ്പനികളുടെ ഇടപാടാണെന്ന് പറയുകയും CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറപ്പെടുവിക്കുകയുമാണ് ചെയ്തത് ന്യായീകരിച്ചുകൊണ്ട്.
അപ്പോൾ CPM ഉന്നതതലത്തിൽ വളരെ സാങ്കേതികമായി നമ്മൾ പറഞ്ഞാൽ CPM ഉന്നതതലത്തിൽ ചർച്ച ചെയ്ത് അവരുടെ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു. LDF പറയണമെന്ന് പറഞ്ഞാൽ CPM-നോട് ആലോചിച്ച് പറയണം എന്ന നിലയ്ക്കായിരിക്കാം. തത്വത്തിൽ അങ്ങനെയാണെങ്കിലും LDF എന്നൊരു സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ മീറ്റിംഗ് കൂടുമ്പം പറയണമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. LDF പറയണം എന്ന് പറഞ്ഞാൽ LDF-ന്റെ മീറ്റിംഗ് കൂടുമ്പോൾ അവിടെ പറയണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. CPM-ഉം അങ്ങനെയല്ല ചെയ്തത്. CPM-ഉം അവരുടെ പാർട്ടിയുടെ നിലപാട് പരസ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ പരോക്ഷമായി പറയുന്ന കാര്യം CPM എടുക്കുന്ന നിലപാടിൻ്റെ പുറകെ വരണം നിങ്ങൾ, മറിച്ച അഭിപ്രായമുണ്ടെങ്കിൽ LDF പറയണമെന്നാണ്. ഇപ്പോൾ LDF പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 2 വിഷയങ്ങളിൽ ഇപ്പോൾ മദ്യനയത്തിൻ്റെയൊക്കെ കാര്യത്തിൽ വറീസ് ജോർജ് സാറ് ജനതാദളിൻ്റെ കാര്യം പറഞ്ഞു. അവരുടെ പാർട്ടിക്ക് മന്ത്രിസഭയിൽ അംഗമില്ല, പക്ഷേ LDF ഇത് ചർച്ച ചെയ്യുന്നുമില്ല. അതുകൊണ്ട് അവർ സാങ്കേതികമായി LDF-ന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഈ സുപ്രധാന തീരുമാനങ്ങൾ അവരറിയുന്നില്ല എന്നാണ്. ഇപ്പോൾ വറീസ് ജോർജ് സാറ് പ്ലാനിംഗ് ബോർഡിൽ അംഗമായി, ഇനി അങ്ങനെ ഒരു പരാതി ആ പാർട്ടിക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതാണ് പറഞ്ഞത്. ഇപ്പം ടെക്നിക്കലി LDF എന്നൊരു സംവിധാനമുണ്ട്. CPM ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം പറയും. CPI മറ്റൊരു പാർട്ടിയാണ്, അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ ഉള്ള അവകാശമുണ്ട്. അവർ വ്യത്യസ്ത അഭിപ്രായം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നടപടികൾ പോലും ഇതിനു മുൻപ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അതിവൈകാരികമായി പ്രതികരിക്കുകയും ബിനോയ് വിശ്വത്തോട് ആ പരിപ്പിയുടെ വേവില്ല എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു വിഷയമാണെന്ന് മാത്രമല്ല, ഈ അഴിമതി കേസിൽ പാർട്ടി എടുത്ത നിലപാടിനെ തുറന്നു കാട്ടുന്ന ഒന്നാണ്. ഇപ്പം നമ്മൾ പറയുന്ന ബിനീഷ് കൊടിയേരിയുടെ വിഷയത്തിൽ എടുത്ത ഒരു നിലപാടുണ്ട്. അതിനു മുമ്പ് കൊടിയേരിയുടെ മറ്റു മകൻ്റെ വിഷയത്തിലും പാർട്ടി എടുത്തൊരു നിലപാടുണ്ട്. CPM ചർച്ച ചെയ്തെടുത്ത നിലപാട് ഇപ്പോൾ CPI പറയുന്ന നിലപാടായിരുന്നു. അതായത് ആ വ്യക്തി പ്രായപൂർത്തിയായ ആളാണ്, ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവരവരുടെ കേസുകൾ നടത്തിക്കൊള്ളും, പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല എന്നുള്ള നിലപാടാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ കേസിൽ CPM എടുത്തിരുന്നത്. ഇവിടെയും നിലപാട് വരുന്നുണ്ടല്ലോ ശ്രീ ജോസഫ് സി മാത്യു. അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ മുഹമ്മദ് റിയാസിന് കഴിയില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഇല്ലല്ലോ തുടങ്ങിയ ചില ചോദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത് അവരേതെങ്കിലും ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്നില്ല, അവരേതെങ്കിലും പൊതുപണം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വിശദീകരണം നൽകേണ്ട, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദീകരണം നൽകേണ്ട ആവശ്യം അവർക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ. മാത്രമല്ല ഈ കേസ് ഇതിൽ ഞാനില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് എൻ്റെ പേരിലാണല്ലോ എന്ന് കോടിയേരിയുടെ ഉദാഹരണത്തെ ഘടകവിരുദ്ധമായൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഇതിലപ്പോൾ തരാതരമുണ്ട്, ഇതിലൊരു ആഴ്ചപ്പാടുണ്ട്. അത് വളരെ ശരിയാണ്. അതായത് ഞാൻ ആദ്യം വിശദീകരിച്ചത് മുഴുവൻ ടെക്നിക്കലായിട്ട് CPI അനദർ പാർട്ടി അങ്ങനെ സാങ്കേതികമായ കാര്യങ്ങളാണ്. പക്ഷെ പൊതുജനത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം മാധു ചൂണ്ടിക്കാണിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി ഈ പറയുന്നത് ന്യായീകരണങ്ങളൊന്നും പൊരുത്തപ്പെടുന്നില്ല. അദ്ദേഹം നേരത്തെ എടുത്ത നിലപാടെന്ന് പറയുന്നത് എൻ്റെ പേര് കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ പാർട്ടി സെക്രട്ടറി പറയുന്നത് എന്താണ്, മാധ്യമങ്ങൾക്ക് ഏതാണ്ട് 16.4 കോടി രൂപ കിട്ടി, അതെന്താണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത്? അപ്പോൾ മാധ്യമങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് നിങ്ങൾ മൗനമായിരിക്കണം, പ്രതിപക്ഷത്തിന് കിട്ടിയതുകൊണ്ട് പ്രതിപക്ഷം മൗനമായിട്ടിരിക്കണം, ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ മൗനമായിട്ടിരിക്കും എന്ന് ഒരു പരസ്പരം ഒരു ധാരണയിൽ, നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന പോലെ ആക്കാനാണോ ഇവർ ശ്രമിക്കുന്നത്? ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ PV ഞാനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ PV ഞാനല്ല. ആ PVയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ ആ PVക്ക് കിട്ടിയ മേജർ തുകയുടെ ഒരു സബ്സെറ്റ് ബാങ്കിങ് ചാനലിൽ കൂടെയും വാങ്ങി എന്നാണ് സെറ്റിൽമെൻറ്റ് ഉത്തരവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യ ദിവസം മുതൽ പറഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് കോടിയേരിയുടെ കേസിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം, കോടിയേരിയുടെ പേര് അതിൽ പറഞ്ഞിരുന്നില്ല, ഇതിൽ എൻ്റെ പേരും കൂടെ കൂട്ടിക്കെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഈ കേസെന്ന് പറയുന്നത് ബിനോയ് വിശ്വം പറയുന്നത് പോലെയല്ല. വീണ തൈക്കണ്ടിയിൽ നേരിടേണ്ട വിഷയമൊക്കെ സാങ്കേതികമായി ഇതിലുണ്ടെന്നേ ഉള്ളൂ. ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങിയെന്നാണ്. മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങി, പിണറായി വിജയൻ എന്ന PV കൈക്കൂലി വാങ്ങി, അതിൻ്റെ ഒരു ഷെയർ ബാങ്കിങ് ചാനലിൽ കൂടെയും വാങ്ങി.
ആ കൂട്ടത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാം പേരുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, ഇബ്രാഹിം കുഞ്ഞുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കപ്പെടുന്ന കൂട്ടത്തിൽ PVയുടെ പേരും അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അനധികൃതമായി അതിനെ വരവ് വെച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, സ്ലഡ്ജ് റിമൂവ് ചെയ്യുന്ന ചാർജ് എന്നൊക്കെയാണ് വരവ് വെച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെ കുറ്റപത്രത്തിൽ തന്നെ ആ തുക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കപ്പെടും. അത് അന്വേഷിക്കപ്പെടുകയും അതിൻ്റെ തെളിവുകൾ ശേഖരിക്കപ്പെടുകയും വേണം. പക്ഷേ ഈ വിഷയത്തെ വ്യത്യസ്തമാക്കുന്നത് വീണ തൈക്കണ്ടിയിലിനും അവരുടെ കമ്പനിയായ എക്സാലോജിക്കിനും കൂടെ കിട്ടിയ 2.7 കോടിയെ വ്യത്യസ്തമാക്കുന്നത് അതിന് തെളിവുകളുണ്ട് എന്നുള്ളതാണ്. അവർ പണം പറ്റിയതിന് തെളിവുണ്ട്, അവർ സേവനം നൽകാതിരുന്നതിനും തെളിവുണ്ട്. അപ്പോൾ അത് രണ്ടും തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ പണം നിങ്ങൾക്ക് നൽകിയത് എന്നുള്ളതിന് മറുപടി അവർ പറയേണ്ടി വരും. അതുകൊണ്ടാണ് അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാകുന്നത്. ഉത്തരങ്ങൾ പോലും ഘടകവിരുദ്ധമാകുന്ന സാഹചര്യം ഇപ്പോൾ ഒരു മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടാണ്, LDF-ൽ പറഞ്ഞിട്ടാണ്, LDF-ൽ ചർച്ച ചെയ്തിട്ടാണ് ഈ തീരുമാനം അല്ലെങ്കിൽ ഇത്തരം വിശദീകരണം CPM നൽകുന്നത് എങ്കിലും ഘടകവിരുദ്ധമായ തരത്തിൽ പല കാലങ്ങളിൽ പല തരത്തിലുള്ള ന്യായീകരണം പുറത്തു വരില്ലായിരുന്നു. പക്ഷേ CPI അത് പറയുമ്പോൾ അത് LDF-ൽ പറയേണ്ടതുണ്ട്. മറിച്ചുള്ള പറയലുകൾ കൊതിക്കറിവ് കൊണ്ടാണ് എന്ന തരത്തിലുള്ള വിമർശനമാണ്. അല്ല, അതിന് വിമർശനം എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. ഒരു സഖ്യകക്ഷി മന്ത്രിസഭയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സർക്കാരിൽ നിന്ന് തൊട്ടടുത്ത ഏറ്റവും അടുത്ത സഖ്യകക്ഷി എന്ന തരത്തിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇടത് പക്ഷത്ത് തന്നെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിക്ക് കുശുമ്പും ഒക്കെയാണ് എന്ന തരത്തിലാണ് ഒരു മന്ത്രി വിശദീകരിക്കുന്നത് എങ്കിൽ അത് ഏത് നിലയ്ക്കാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് കൗതുകകരമായ രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. ശ്രീ റെജി ലൂക്കോസ്, എന്ത് കുശുമ്പാണ്, എന്ത് തരത്തിലുള്ള കുശുമ്പാണ് CPIക്ക് CPM-ന് മേൽ ഉണ്ടാവേണ്ടത്? ഇത് നിങ്ങൾ തന്നെ, അതായത് CPM തന്നെ വിശദീകരിച്ച കാര്യമല്ലേ CPI-യും വിശദീകരിക്കുന്നത്? ഈ കാര്യങ്ങളിൽ മറുപടി പറയേണ്ട ബാധ്യതയില്ലാതെ കോടതിയിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. അത് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല, കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അത് വ്യക്തിപരമായ ഒരു ഫൈറ്റാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു ഘട്ടത്തിൽ പറയുന്നു, രാഷ്ട്രീയമായ വേട്ടയാടലാണെന്ന് മറുഘട്ടത്തിൽ പറയുന്നു. CPIക്ക് ഒരു കാര്യത്തിലും സ്വതന്ത്രമായ അഭിപ്രായം പാടില്ലേ? അല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുശുമ്പാണെന്നുള്ള ചോദ്യത്തിന് തന്നെ ആദ്യം മറുപടി പറയാം. കുശുമ്പ് തന്നെ നിസ്സംശയം പറയാം. കാരണം എന്തുകൊണ്ടാണ്? CPM-ഉം CPI-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. CPM കേരളത്തിലെ ഏറ്റവും ഒരു ജനകീയാടിത്തരമുള്ള പാർട്ടിയായിട്ട് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നു. CPM-ന് തലയിൽ കയറി ഇരുന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും നേടി CPM പ്രവർത്തകരുടെ അധ്വാനത്തിൽ കുറേ MLA-മാരെ സൃഷ്ടിച്ച് 4 മന്ത്രിമാരുള്ള അവർക്ക് സ്വാഭാവികമായിട്ടും CPM-നോടൊരു അസൂയ ഉണ്ടാകും. ആ അസൂയയുടെ പ്രതിഫലനമാണെന്നുള്ള ശിവൻകുട്ടിയുടെ വാക്കുകൾ അന്വർത്ഥമാണ്, 100% കറക്റ്റാണ്. രണ്ടാമത്തത്, ബിനോയ് വിശ്വം പൊതുവെ ഒരു ജെന്റിൽമാൻ രാഷ്ട്രീയക്കാരനാണ്. വളരെ മാന്യമായ ഇടപെട്ട് സംസാരിക്കുകയും സോഫ്റ്റായ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പാലിക്കേണ്ട ഒരു മര്യാദ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കണമായിരുന്നു. അദ്ദേഹം LDF സർക്കാരിൽ മന്ത്രിയായിരുന്നപ്പോൾ വിവാദമായ മെർക്കിസൺ എസ്റ്റേറ്റ്, പൊന്മുടിക്ക് താഴെയുള്ള മെർക്കിസൺ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു ആരോപണം പുറത്തു വന്നു. അന്ന് അക്കാലത്തെ ഏറ്റവും വലിയ ആരോപണ വിധേയനായ മന്ത്രിയാണ് ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം. അദ്ദേഹം ഒരു മാധ്യമ സമ്മേളനത്തിലൂടെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് ചേർന്നല്ല എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തി. വേണമെങ്കിൽ അന്ന് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട അദ്ദേഹം രാജിവെച്ച് പോവുള്ളായിരുന്നു. പക്ഷേ ഇവിടുത്തെ CPM എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിന്ന്. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ, അല്ലാതൊന്നുമല്ല. അദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹത്തിനെ എതിരാളികൾക്ക് വേട്ടയാടാൻ വിട്ടുകൊടുക്കാതെയാണ് അദ്ദേഹത്തിനെ സംരക്ഷിച്ച് 5 വർഷം ആ മന്ത്രി കസേരയിലിരുന്നു ബിനോയ് വിശ്വം. ആ ബിനോയ് വിശ്വം സാമാന്യ മര്യാദ, ഒരു മുന്നണി മര്യാദ പോലും കാണിക്കാതെ കണ്ട് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ കഴിഞ്ഞ 9 വർഷമായിട്ട് നടത്തുന്ന വേട്ടയാടലിന്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ 2021 എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് അതിനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ലേ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഇടത് സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത്, കഴിഞ്ഞ ഇടത് സർക്കാരിൽ, അതിനു മുൻപ് അദ്ദേഹം വനമന്ത്രിയാണെന്ന് തോന്നുന്നു അല്ലെ, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല എന്ന് പറയുന്നത് അന്നത്തെ മന്ത്രിസഭയുടെയോ അന്നത്തെ മുഖ്യമന്ത്രിയുടെയോ ഔദാര്യമൊന്നുമല്ല. മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു കൂട്ടുത്തരവാദിത്തമുള്ള സംവിധാനമാണ്. രാഷ്ട്രീയ ബോധ്യം അന്നുണ്ടായെങ്കിൽ, അന്നത്തെ മുഖ്യമന്ത്രിക്കടക്കം ആ ബോധ്യമുണ്ടായെങ്കിൽ, ഇന്ന് ആ ബോധ്യം ഇല്ലാതായാൽ പിന്തുണയ്ക്കേണ്ട കടപ്പാട് കാണിക്കേണ്ട ഒന്നാണോ അത്? അങ്ങനെയുണ്ടോ? അല്ല, അതെങ്കിലും അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അത് കടപ്പാടല്ല. അതാണ് ഒരു മുന്നണി മര്യാദ എന്ന് പറയുന്നത്. കാരണം മര്യാദ മാത്രമല്ല, അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ള ബോധ്യം കൊണ്ടല്ല ആണ് പിന്തുണച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിച്ച് പ്രതിഫലം ചോദിച്ചതെന്നുള്ളതല്ല ഞാൻ പറഞ്ഞതെന്ന് അർത്ഥമാക്കുന്നത്. അന്ന് CPM അദ്ദേഹത്തിന് ചേർത്ത് പിടിച്ചപ്പോൾ
ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരെ പതിവായിട്ട് വരുന്ന ആക്രമണ പരമ്പര പോലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ അദ്ദേഹത്തിന് മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് ഇറങ്ങി തന്ന് ഈ SFIയുടെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്കും മന്ത്രിസഭയിലെ ഉള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിന് ബാധ്യസ്ഥ, അല്ലെങ്കിൽ അതിനകത്ത് പിന്മാറി വേണം. പ്രതിപക്ഷം പോലും പറയാത്ത ആരോപണങ്ങൾ പറയാനായിട്ട് മുഖ്യമന്ത്രിയുടെ മകളെ പിന്തുണയ്ക്കാനായിട്ട് ഇവിടെ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? വിനയ വിശ്വത്തിനോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ? മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടോ? മുഖ്യമന്ത്രി പ്രതികരിച്ചെന്താ? ഇതുപോലെ തന്നെയല്ലേ ഒരു തെറ്റും ചെയ്യാതെ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ എന്തെല്ലാം ആരോപണങ്ങളാണ് വന്നത്? അങ്ങ് നേരത്തെ പറഞ്ഞു രാഷ്ട്രീയ ബോധ്യത്തിന്റെ പേരിലാണെന്ന്. രാഷ്ട്രീയ ബോധ്യം ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യണം? രാഷ്ട്രീയ ബോധ്യം ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യണം? ഇപ്പൊ CPIക്ക് അങ്ങനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ CPM പറഞ്ഞ അതേ കാര്യമാണ്. അവർ പ്രായപൂർത്തിയായ ആളുകളാണ്. അതേ സെന്റൻസ് ആണ് ബിനോയ് വിശ്വം ആവർത്തിക്കുന്നത്. പ്രായപൂർത്തിയായ ആളുകളാണ്, അവരുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ അവർ ഫൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ? ആ നിലയ്ക്ക് എന്തിന് CPI രാഷ്ട്രീയമായ പിന്തുണ നൽകണം? ഇതൊരു രാഷ്ട്രീയമായ കേസല്ല എന്നുള്ളതായിരുന്നല്ലോ. അല്ല, CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ LDF മുന്നണിയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയാ, 2ാം സ്ഥാനത്തുള്ളവരാ. അപ്പം മുന്നണിക്ക് അകത്ത് പറയേണ്ട കാര്യങ്ങൾ മര്യാദകളില്ലാതെ പരസ്യമായിട്ട് അദ്ദേഹം സ്വയം പത്രക്കാരെ കണ്ടിട്ട് പറയുവാണ് ഞങ്ങൾക്ക് മകളെ സംരക്ഷിക്കേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രി പിന്തുണ. ഇതൊന്നും പറയേണ്ട കാര്യം അവർക്കില്ലല്ലോ. അല്ല, മുന്നണിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ നയപരമായ കാര്യങ്ങളല്ലേ? ഇതൊരു രാഷ്ട്രീയ വിഷയത്തിലെ പ്രതികരണമല്ലേ? ഒരു രാഷ്ട്രീയ വിഷയത്തിൽ CPIക്ക് ഒറ്റയ്ക്ക് നിലപാടെടുത്തുകൂടെ? ഒരു വിഷയത്തിൽ ഞങ്ങളുടെ പിന്തുണ ഇങ്ങനെയാണ്, ഞങ്ങളുടെ പ്രതികരണം ഈ രീതിയിലാണ് എന്ന് പറയാൻ കഴിയില്ലേ? അല്ല, ഒരു സംശയമില്ല. അവർക്ക് എന്തും പറയാം. അവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ നാളെ മുന്നണി വിട്ടുപോവാണ്, ഞങ്ങൾ മന്ത്രിമാരെ പിൻവലിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പോലും ബഹിഷ്കരിച്ച ചരിത്രമുള്ളവരല്ലേ അവര്. അവർക്ക് എന്തും പറയാം, അതിന് നമ്മളാരും ചോദ്യം ചെയ്തില്ല. പക്ഷെ ഇവിടെ വിഷയം എന്നാ? ഇവിടെ ബിനോയ് വിശ്വം എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം കാണിക്കേണ്ട ഒരു മര്യാദ അദ്ദേഹം കാണിച്ചില്ല. പത്രക്കാർ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചാണോ? അല്ലല്ലോ. അദ്ദേഹം പത്രക്കാരുടെ മുമ്പിൽ വന്നിരുന്ന് പറയുവാണ്. അങ്ങനെയാണെന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മകള് പ്രായപൂർത്തിയായ വ്യക്തിയാണ്. നമ്മളൊക്കെ ചർച്ച എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തുക തന്നെയാണ് ചെയ്യാറ്. അവിടെ എത്തിക്കഴിയുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ വരുന്നവരാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് അവരെ വിളിക്കുകയും ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് അവർക്ക് സാമാന്യ ബോധ്യമില്ല, നിങ്ങൾക്ക് സാമാന്യ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ഇന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ളവരാണ്, മറ്റ് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് എന്ന തരത്തിലൊക്കെ കാണുക എന്ന് പറയുന്നത് അവനവന്റെ സൗകര്യവും അവനവന്റെ രീതിയും എന്ന നിലക്കൊക്കെ നമുക്ക് കാണുകയും ചെയ്യാവുന്നതാണ്. ശ്രീ എൻ ശ്രീകുമാർ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അനുദിനം എന്നത് നടക്കുന്നതാണ്. ഇപ്പോൾ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്ന കാലം മുതൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായി മാറിയിരിക്കുന്ന ഒന്നാണ്. അതിൽ കോൺഗ്രസിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കോൺഗ്രസ് അതുമായി, അതായത് ആ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണപക്ഷത്തിരിക്കുന്ന, അതും CPMന്റെ മുഖ്യമന്ത്രി, ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിൽ നിർത്താൻ കഴിയുന്ന ഒരു വിഷയം എന്ന നിലയ്ക്കൊക്കെ പരിഗണിക്കാവുന്ന, അതായത് പ്രതിപക്ഷത്തിന് പരിഗണിക്കാവുന്ന ഒരു വിഷയം വീണ് കിട്ടുന്നു. ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ കോൺഗ്രസ് പ്രതികരിക്കുമ്പോൾ, BJP പ്രതികരിക്കുമ്പോൾ, മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന ആ ഭാഷയിൽ പക്ഷേ മുന്നണിക്കുള്ളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെയോ പ്രതികരണങ്ങളെയോ നേരിടാൻ കഴിയില്ല എന്നതൊരു സത്യമാണ്. പക്ഷേ അതേ ഭാഷയിൽ മറുപടി നൽകാനുള്ള ഈ തീരുമാനം അതുണ്ടാക്കുന്നത് ഏറെക്കുറെ പ്രതിപക്ഷ സ്വരത്തിൽ CPI സംസാരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നായിരിക്കുമല്ലോ. നോക്കും മാധു, ഇതിൽ CPIയുടെയൊക്കെ ഈ വിഷയത്തിൽ പറയാനുള്ള കാരണം എന്താണ്? പാർട്ടിക്കുള്ളിലത്തെ പ്രശ്നങ്ങളാണ്. അതായത് കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളം ഇടതുമുന്നണി ഭരിച്ചിട്ടും അതിൽ 2ാം കക്ഷി CPI ആയിട്ടും അവർ രാഷ്ട്രീയമായിട്ട് വളർച്ച പ്രാപിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഒരു കേസ് വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായ നിലപാട് എന്തുകൊണ്ട് CPI എടുക്കുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞത്. അതിന് ഒരു 4 ദിവസം മുമ്പ് അദ്ദേഹം തൃശ്ശൂരിലൊരു പൊതുസമ്മേളനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് നേരെ പിണറായി വിജയൻ അനുകൂലമായ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ മാറ്റി പറഞ്ഞത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന് ശേഷമാണ്. അപ്പോൾ അതിനിടയ്ക്ക് KE ഇസ്മയിലിനെതിരെ ഉള്ള ഒരു ആക്ഷേപമൊക്കെ പാർട്ടി ചർച്ച ചെയ്ത കാര്യമാണ്. CPI എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പിന്തുണയ്ക്കണം എന്ന CPMൻ്റെ നിലപാടിനൊപ്പം പോകുന്നത് എന്ന് ആരെങ്കിലും ആ സ്റ്റേറ്റ് കമ്മിറ്റി ചോദിച്ചാണ്. നമ്മൾ ആ സ്റ്റേറ്റ് കമ്മിറ്റി പങ്കെടുക്കാത്തതുകൊണ്ട് നമുക്കൊക്കെ ഇത് ഊഹിച്ചെടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ഈ കാര്യത്തിൽ. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ
ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യത്തോടെ യോജിക്കാതിരിക്കാൻ നിവർത്തിയില്ല. മുന്നണി രാഷ്ട്രീയത്തിൽ സാധാരണ രീതിയിൽ സഭാ നേതാവായ മുഖ്യമന്ത്രിക്കെതിരെ രണ്ടാമത്തെ കക്ഷിയായ പ്രബല കക്ഷിയുടെ സെക്രട്ടറിയോ അല്ലെ പ്രസിഡന്റോ ഒരു കാര്യം പറയുമ്പോൾ അത് പരസ്യമായി പറയുന്നതിന് മുമ്പ് നേരിട്ട് ചെന്ന് അദ്ദേഹത്തോട് പറയണമായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ട് നിങ്ങളുടെ ഈ നടപടി ശരിയല്ല, അല്ലെ ഗോവിന്ദ മാഷെ കണ്ട് നിങ്ങളുടെ ഈ നടപടി ശരിയല്ല എന്ന് ആദ്യം പാർട്ടി പറയണമായിരുന്നു. അത് പറയാൻ ഇവർക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല, അത് CPM കൊടുത്തിട്ടുണ്ടാവില്ല, അതാണ് സത്യം. അപ്പോൾ അങ്ങനെ കൊടുക്കാത്തൊരവസ്ഥയിൽ പാർട്ടിയുടെ നേതാക്കളെ തൃപ്തിപ്പെടുത്താനും പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഒരാവേശം പകരാനും പരസ്യ പ്രസ്താവന അല്ലാതെ വേറെ നിവർത്തിയില്ല. പക്ഷേ ഈ രീതിക്ക് CPM അതിനെ കാണുന്നുണ്ടെങ്കിലും ശ്രീകുമാർ, അത് യഥാർത്ഥത്തിൽ അത്ര വലിയ വിമർശനമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകും, പ്രതിരോധിക്കും എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടൊരു കേസിൽ CPIയുടെ പിന്തുണ ആവശ്യമില്ലല്ലോ എന്ന നിലയ്ക്ക് കൂടി ആകാൻ വേണമെങ്കിൽ. കാരണം ഒരു രാഷ്ട്രീയ പിന്തുണ നൽകേണ്ട ഒരു കാര്യമാണോ എന്ന്. ഇനി അഥവാ രാഷ്ട്രീയ പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ CPM ഒരു പ്രബല പാർട്ടിയായി മുഴുവൻ പിന്തുണയോടും കൂടി കോട്ട കെട്ടി കാക്കാൻ നിൽക്കുന്നുണ്ടല്ലോ. അവിടെ ഇനിയിപ്പോൾ CPIയുടെ പിന്തുണ ആവശ്യമുണ്ടോ എന്നുള്ളത് പോലും ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ നില, പക്ഷേ അങ്ങനെ ഒരു പരാമർശം പോലും അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അല്ലല്ല, അതായത് ശ്രീ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതായത് ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യം അപ്പോൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയെ ഇവർ ലക്ഷ്യം വെക്കുന്നു എന്നൊരു ഒരു പ്രസ്താവന പാർട്ടിയും അദ്ദേഹവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ആ പ്രസ്താവന, ആ ലക്ഷ്യം വെക്കുന്നത് ആര് വഴിക്കാണ്? മകൾ വഴിക്കാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് CPMൻ്റെ നയമായിട്ട് അവർ എടുത്തു കഴിഞ്ഞു. അങ്ങനെ എടുത്തൊരു നയത്തെ മറ്റൊരു ഘടകകക്ഷിയായ CPI എതിർക്കുന്നത് CPMന് വിഷമം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു മറുപടി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ട കാര്യം ഒരു മന്ത്രിയായ ശിവൻകുട്ടിക്കില്ല. കാരണം അതിന് മറുപടി കൊടുക്കേണ്ടത് ഒന്നുകിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷോ ആണ്. അപ്പോൾ ശിവൻകുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചത് ആരായിരിക്കാം? ഒരു സാധാരണ നിരീക്ഷണത്തിൽ അത് മുഖ്യമന്ത്രി ആയിരിക്കും. കാരണം മുഖ്യമന്ത്രിക്ക് നമ്മുടെ മുഹമ്മദ് റിയാസ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന മന്ത്രിസഭയിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ശിവൻകുട്ടിയാണ്. അപ്പോൾ ശിവൻകുട്ടിയോട് മാത്രമേ ഇങ്ങനൊരു വിഷയം അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ശിവൻകുട്ടി അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് പ്രതിപക്ഷ നേതാവാകണ്ടെന്ന ബിനോയ് വിശ്വത്തോടെ പറഞ്ഞത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എൻ്റെ അറിവിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഒരു ഇടതുമുന്നണി മന്ത്രിസഭയിലെ ഒരു മന്ത്രി പ്രതിപക്ഷ നേതാവാകണ്ട എന്ന് ആക്ഷേപിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇനി അതും രസകരം അതല്ല, അതിന് മറുപടി പറയണ്ടേ CPI? ബിനോയ് വിശ്വം മറുപടി പറയാൻ പാടില്ല. ശിവൻകുട്ടിക്ക് മറുപടി പറയേണ്ടത് ആ പാർട്ടിയിലെ മറ്റൊരു നേതാവായിരുന്നു. എന്താണ് CPIക്കാരും മിണ്ടാതിരുന്നത്? എന്താണ് AIYF പ്രസ്താവന നടത്താതിരുന്നത്? എന്താണ് ഏതെങ്കിലും CPI നേതാവ് ശിവൻകുട്ടിക്കെതിരെ ആഞ്ഞടിക്കാതിരുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ളത് പറയുകയും വേണം, എന്നാൽ ഭയമൊട്ടും മാറുന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണണം. കാരണം CPIയുടെ എക്കാലത്തെയും പ്രമുഖ നേതാവ് അച്യുതമേനോനാണ്. ഈ അച്യുതമേനോനെ CPM അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ CPI അവരുടെ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടത്തിയപ്പോഴേ അച്യുതമേനോൻ്റെ ഒപ്പം EMSൻ്റെ ചിത്രം വെച്ചു. എന്നിട്ട് ബിനോയ് വിശ്വം പറഞ്ഞത് 57-ലെ EMSനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ്. ഇതൊരു നല്ല മറുപടിയാണ്. കാരണം അച്യുതമേനോനെ ഇന്നേ വരെ കേരളത്തിലെ ഒരു സ്മാരകം പണിയാൻ CPM മന്ത്രിസഭ തയ്യാറായിട്ടില്ല. സ്വന്തം പൈസ എടുത്ത് സ്വന്തം പണമെടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് അച്യുതമേനോൻ്റെ പ്രതിമ കഴിഞ്ഞ വർഷം സ്ഥാപിച്ചത്. ഇനി അതൊക്കെ പോട്ടെ, ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 50-ാം വാർഷികം 1-ാം പിണറായി ഗവൺമെൻറ് ആഘോഷിച്ചു. അച്യുതമേനോൻ്റെ പേരേ പറഞ്ഞില്ല. അന്ന് സെക്രട്ടറി ആയിരുന്ന കാനം ബദൽ ഭൂപരിഷ്കരണത്തിൻ്റെ 50-ാം വാർഷികം നടത്തി. അത് ഉദ്ഘാടനം ചെയ്ത് അന്നത്തെ KPCC പ്രസിഡന്റ് സുധീരനെ വിളിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കാലാകാലങ്ങളിൽ CPI ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് CPI തീരെ അവഗണിക്കപ്പെടുകയാണ്. അതായത് LDFൻ്റെ യോഗം ചേരുന്നില്ല. CPIക്ക് അവരുടെ അഭിപ്രായം മുഖ്യമന്ത്രിയെയോ പാർട്ടി ഗോവിന്ദ മാഷയോ നേരിട്ട് ധരിപ്പിക്കാൻ പറ്റുന്നില്ല. പഴയ കാലത്ത് വെളിയം ഭാഗവൻ ഇടയ്ക്കിടെ KKG ഭവനിൽ പോയിരുന്നു. ചന്ദ്രപ്പൻ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. എനിക്കിവിടെ ബിനോയ് വിശ്വത്തെ അഭിനന്ദിക്കാൻ തോന്നുന്നൊരു കാര്യമുണ്ട്. എന്താ അറിയാമോ? അദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിച്ചു. എന്താ? മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി സംരക്ഷിക്കും എന്നൊരു തീരുമാനം പാർട്ടിയോട് ആലോചിക്കാതെ എടുത്തു. പക്ഷേ പാർട്ടി യോഗം ചേർന്ന് അത് തെറ്റാണ് എന്ന് ബോധ്യം വന്നപ്പോൾ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രതികരിച്ചപ്പോൾ ആ പാർട്ടിക്കുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ചർച്ചയായി. ഈ ചർച്ചയാണ് CPI ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ
CPMന്റെ കീഴേ കിടക്കുന്ന ഒരു പാർട്ടിയാണെന്നൊരു തോന്നൽ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് CPM വില കൊടുത്തില്ല, ഗൗരവത്തിലെടുത്തില്ല. അതുകൊണ്ടാണ് മുന്നണിയായി മുന്നോട്ട് പോകേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളിൽ കഴിഞ്ഞ നേതൃയോഗങ്ങളിലൊക്കെ വലിയ തോതിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ CPI അംഗങ്ങളിൽ നിന്നും നേതാക്കളിൽ നിന്നുമൊക്കെ ഉയർന്നു വന്നൊരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഈ വലിയേട്ടൻ മനോഭാവമുണ്ട്, ഇതൊരു ഇടത് സർക്കാരാണ്, പിണറായി സർക്കാരല്ല തുടങ്ങിയ വിമർശനങ്ങൾ ചർച്ചയുടെ തുടക്കത്തിൽ പറയുകയും ചെയ്തിരുന്നു. അത്തരം വിമർശനങ്ങൾ CPI കാലാകാലങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടികയറി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പ്രതികരണം ഉണ്ടാകുന്നത്. അത് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അനുചിതമാണെന്നാണോ ഉചിതമാണെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അല്ല, ഞാൻ ഇതിനകത്ത് ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം CPI അവരുടെ നിലപാട് ബിനോയ് വിശ്വത്തിലൂടെ പറഞ്ഞു എന്നേ മനസ്സിലാക്കാനാവൂ, എന്നേ നമുക്ക് കാണാനാവൂ. അതിൽ ഞാൻ അങ്ങനെ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയം നോക്കണം. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്കാണ് കടക്കുന്നത്. പൊതു രാഷ്ട്രീയത്തിൽ കേന്ദ്ര ഏജൻസികളെ വെച്ച് കേന്ദ്രം പ്രതിപക്ഷ കക്ഷി നേതാക്കളെ വേട്ടയാടുന്നു എന്നൊരു ആരോപണം അത് CPMനോടൊപ്പം CPIയും ഉണ്ടാവുമല്ലോ, കോൺഗ്രസും അംഗീകരിക്കുന്നുണ്ടാവുമല്ലോ. കോൺഗ്രസിൻ്റെ ഹിന്ദുസ്ഥാൻ ടൈംസ് കഴിഞ്ഞ ദിവസമാണ് ED ജപ്തി ചെയ്തത്, ജപ്തി ചെയ്യാൻ നോട്ടീസ് കൊടുത്തത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർക്കൊക്കെയാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ED ആണ് അവിടെയും കഥാപാത്രം. അപ്പോൾ EDക്ക് അങ്ങനെ ഒരു നിലപാട് ഉണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ, നേതാക്കളെ ഒക്കെയും കുരുക്കുന്ന ഒരു നയം. അതായത് ഈ CMR കേസ് ഒരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നിടത്ത് അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് CPI എടുത്തത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം ഉള്ളപ്പോൾ ആ രാഷ്ട്രീയത്തിൽ CPM മുന്നോട്ട് പോകുമ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ്റെ മകൾ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു 2.7 കോടി എന്നൊക്കെ പറയുന്നത് EDയെ സംബന്ധിച്ച് ഒട്ടുമല്ല. EDയൊക്കെ ഒരു കേസ് എടുക്കണമെങ്കിൽ കുറഞ്ഞതൊരു 50 കോടിയുടെ പ്രശ്നം ഉണ്ടാവണം, 50 കോടി രൂപയുടെ തിരിമറി ഉണ്ടാവണം. 50 കോടി, 100 കോടി, 500 കോടി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ എടുക്കുന്നതിൻ്റെ ഔചിത്യം അല്ല, അത് പോട്ടെ. ഔചിത്യം എന്ന് പറഞ്ഞാൽ ED കേസെടുത്താൽ കേസെടുത്തത് തന്നെ. പക്ഷേ അതിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദേശീയ രാഷ്ട്രീയം മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയവുമുണ്ട്. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ, ഇപ്പം രാഷ്ട്രീയമായി അതിനെ ചെറുക്കാൻ ഒരു തീരുമാനം LDF എടുക്കണമെങ്കിൽ രാഷ്ട്രീയമായ ആ കാര്യങ്ങൾ വിശദീകരിക്കണ്ടേ? രാഷ്ട്രീയമായ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കില്ല. സാങ്കേതികമായി ചില കാര്യങ്ങൾ പറയുന്നത്, അത് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം, ED അന്വേഷണം, SFI അന്വേഷണം നടത്തുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ED അന്വേഷണം നടത്തുന്നത്? ED അന്വേഷണം നടത്തുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് SFI അന്വേഷണം നടത്തുന്നത്? ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ SFIക്ക് അധികാരം പോലുമില്ല തുടങ്ങിയ സാങ്കേതികമായ കാര്യങ്ങൾ പറയും. രാഷ്ട്രീയമായ ചോദ്യമാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായത്. അദ്ദേഹത്തിന് കൃത്യമായി വിശദീകരിക്കാം. അദ്ദേഹം അത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല, അത് കോടതിയിൽ നടക്കുന്നതാണല്ലോ. അദ്ദേഹം കോടതിക്ക് പുറത്ത് ഒരു കാര്യവും, ഒരു രാഷ്ട്രീയ വിമർശനവും, ഒരു ആരോപണവും ഉന്നയിക്കാത്ത ഒരാളാണോ? അപ്പൊ തനിക്ക് നേരെ വരുമ്പോൾ മാത്രം കോടതിയിലുള്ള കാര്യം പുറത്തു പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക തിയറി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അല്ല, അത് മുഖ്യമന്ത്രിയുടെ നിലപാട്, മുഖ്യമന്ത്രിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമോ കുതന്ത്രമോ ഒക്കെ രീതി എന്ന് ആയിക്കോട്ടെ, രീതി ആയിക്കോട്ടെ, അത് മുഖ്യമന്ത്രിയുടെ രീതി. അത് ഓരോ രാഷ്ട്രീയ നേതാവിനും ഓരോ രീതിയുണ്ട്. ഞാൻ പക്ഷേ കാണുന്നത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, 9 വർഷമായല്ലോ, അല്ല 5, 6, 7 വർഷം, 9 വർഷം. ഈ 9 വർഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രതിസന്ധിയെ നേരിട്ടുണ്ട്. ആ പ്രതിസന്ധികൾ കൂടുകയാണ്. രാഷ്ട്രീയ പ്രതിസന്ധി, അറ്റാക്ക്, അതിനെതിരെയുള്ള നടപടിക്രമങ്ങൾ, രാഷ്ട്രീയ ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ CPM അല്ലേ മുൻനിരയിൽ നിന്ന് പ്രതിരോധിക്കുന്നത്? എവിടെയാണ് CPI ഉള്ളത്? CPI നേതാക്കളെ പണ്ട് കണ്ടിട്ടുണ്ടോ? നമ്മുടെ സുൽകുമാർ, രാജൻ, ഇവരൊക്കെ ഞങ്ങളുമായിട്ട് വലിയ സുഹൃത്തുക്കളായത് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടാണ്. ആ ചർച്ചകളിലൊന്നും അവരെ കാണുന്നില്ലല്ലോ. രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കണം, സംസാരിക്കണം, വാദപ്രതിവാദങ്ങളിൽ പങ്കെടുക്കണം, ഉറക്കെ പറയണം, അഭിപ്രായങ്ങൾ ഉറക്കെ പറയണം. പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അതെ, ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഇതേപോലെ ഗവൺമെന്റിനെ പ്രതിരോധിക്കാൻ, ഇടതുപക്ഷ മുന്നണിയെ പ്രതിരോധിക്കാൻ CPM മാത്രമേ മുന്നണിയിൽ നിൽക്കുന്നുള്ളൂ എന്നുള്ളത് വിഷയമാണ്. രാഷ്ട്രീയ വേട്ട, ഈ പറയുന്ന വിവാദങ്ങൾ, ഈ പറയുന്ന മന്ത്രിമാരുടെ രാജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ആരോപണം നേരിടുന്നത് ആരാണ്? CPM ആണല്ലോ. അപ്പൊ അതിന്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം അല്ലല്ല, മുന്നണി നേരിടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. മുന്നണിക്കെതിരെ, ഇടതു മുന്നണിക്കെതിരെ രാഷ്ട്രീയമായിട്ട് ഇതൊക്കെ ഒരു മുന്നണിക്കെതിരെ, ഒരു മുന്നണിയല്ലേ ഭരിക്കുന്നത്. മുന്നണി ഒരു രൂപമല്ലേ.
ഒരു മുന്നണിയാണ് entity ഭരിക്കുന്നത് എന്ന ബോധ്യം കൂടി വേണ്ടേ? അതിനനുസരിച്ചുള്ള പ്രാതിനിധ്യവും അതിനനുസരിച്ചുള്ള അഭിപ്രായ വിലയും നൽകണ്ടേ? അല്ല, വില അത് വേറെ ചോദ്യം, അത് വേറെ കാര്യം. വില നൽകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. 4 നല്ല ഒന്നാം തരം വകുപ്പുണ്ട്, റവന്യൂ വകുപ്പ് ഉൾപ്പെടെ. പണ്ട് മുതലേ CPIക്ക് കിട്ടിക്കൊണ്ടിരുന്ന വകുപ്പുകളാണ്. ഇതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വിലയുള്ള ഒരു അവസ്ഥയാണ് എങ്കിൽ ഈ പറയുന്ന പ്രതികരണം ഉണ്ടാകും, അസൂയയും കുശുമ്പുമാണ് നമ്മളൊക്കെ ഇവിടെ റിപ്പോർട്ടിങ് നടത്തിയിട്ടുണ്ടാണല്ലോ മാധു. ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. CK ചന്ദ്രപ്പൻ, PKV, ഇങ്ങോട്ട് വെളിയുമൊക്കെ ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ AK സെന്ററിൽ പോയി പാർട്ടി സെക്രട്ടറിയെ കാണാനോ ഒക്കെ പോകുമ്പോൾ നമ്മളൊക്കെ അവിടെ നിന്ന് ആകാംക്ഷയോടെ നിന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അത് അവരുടെ കരുത്താണ്. ബിനോയ് വിശ്വത്തെ അങ്ങനെ ഒരു നിലയിൽ നമ്മൾ കണ്ടിട്ടില്ല. അതാണ് കണ്ടിട്ടില്ല. അദ്ദേഹം പോകുന്നുണ്ടായിരിക്കും, കാണുന്നുണ്ടാവും, അത് കാര്യം വേറെ. പക്ഷേ അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, രാഷ്ട്രീയമായൊരു ചോദ്യമാണ്. രാഷ്ട്രീയമായിട്ട് CPI എനിക്ക് തോന്നുന്നു അവർ സ്വന്തം നിലയ്ക്ക് പറഞ്ഞോട്ടെ, സ്വന്തം നിലയ്ക്ക് അവരുടെ ഐഡൻറ്റിറ്റി കൊണ്ടുവരണം. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു മുന്നണി നിൽക്കുമ്പോൾ, ഒരു മുന്നണി നേതൃപാർട്ടി ആയിരിക്കുമ്പോൾ, മറ്റേ മുന്നണി രണ്ടാമത്തെ വലിയ കക്ഷി ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ വലിയ കക്ഷിക്ക് സംഘടനാപരമായിട്ട് ശ്രദ്ധിക്കണം. അത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാവണം. നല്ല രാഷ്ട്രീയം നല്ല രീതിയിൽ പറയണം. ഉത്തരവാദിത്തം ഏറ്റവും വലിയ കക്ഷിക്കാണ് എന്നുള്ളതും പ്രധാനമാണ്. അല്ല, ഏറ്റവും വലിയ കക്ഷിക്ക് ഇവരെല്ലാം കൂടിക്കൊണ്ടു പോകണം എന്നുള്ള കക്ഷിയുണ്ട്. പക്ഷെ ഇവരെല്ലാം ജയിപ്പിക്കുകയും ഇവരെല്ലാം മന്ത്രിമാരാക്കുകയും ചെയ്യുന്നത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത് ഔദാര്യമാണ് എന്ന തരത്തിലുള്ള സമീപനം തുടർച്ചയായി കിട്ടുന്നതുകൊണ്ടാണ് CPIക്ക് ഈ പരിഭവം. ഞാൻ അങ്ങിലേക്ക് കൂടി വരാം. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പം മന്ത്രിസഭയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു പോകാമെന്ന തീരുമാനമെടുക്കാം. മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ നിന്ന് ബഹിഷ്കരിച്ചിട്ടുള്ളവരാണല്ലോ CPI. തുടങ്ങിയ വിമർശനങ്ങൾ വരുമ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ, ഈ സർക്കാരിൻ്റെ ഭാഗമാകുന്നുണ്ട് എങ്കിൽ, ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നിലപാടിന് ആ നിലയ്ക്ക് ചേർന്ന് പോവുക, അതിനപ്പുറത്തേക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ അതുകൂടി ഇവിടെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നൊരു സമീപനം. ഇപ്പോൾ CPI ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാഴ്ചപ്പാടും എന്ന നിലയ്ക്ക് പല കാര്യങ്ങളിൽ പല അഭിപ്രായങ്ങൾ, ഇപ്പോൾ കാനം ഒരുപാട് തവണ അതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളൊരു നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരു പക്ഷേ അത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക എന്നുകൂടി വിചാരിക്കുന്നു. അതായത് രാഷ്ട്രീയ വേട്ട എന്ന് പറയുന്ന ശ്രീ ജേക്കബ് ജോർജ് സർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന ആഖ്യാനത്തിൽ ഊന്നിക്കൊണ്ട് പ്രതികരിക്കാനുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള മുഴുവൻ തീരുമാനത്തിനെയും കടക്കൽ കത്തിവെക്കുന്ന ഒരു പ്രതികരണമാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഒറ്റയ്ക്ക് നേരിടേണ്ടുന്ന കാര്യമാണ്. ഇതൊരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രായപൂർത്തിയായ ഒരു സംരംഭക എന്ന നിലയ്ക്ക് അവർ നേരിടേണ്ടുന്ന ഒന്നാണ്. അതിനെ ഇടതുമുന്നണിയുമായി, അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി, അല്ലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ 2 പേർക്കും ബാധകമാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കൂട്ടിക്കേറ്റേണ്ടതില്ല എന്ന് ബിനോയ് വിശ്വമാണ് പറയുന്നത്. എങ്ങനെ എതിർക്കും, എങ്ങനെ എതിർക്കാതിരിക്കും? മാധു, ഇതിനെ രാഷ്ട്രീയമായി നേരിടേണ്ടതാണ്, ഇത് അങ്ങനെ ഒരു കേസാണെന്നൊരു ഒരു കാഴ്ചപ്പാട് മുഖ്യമന്ത്രിക്കില്ല. കാഴ്ചപ്പാടായാലും ആഴ്ചപ്പാടായാലും മുഖ്യമന്ത്രിക്കില്ല. മുഖ്യമന്ത്രി പറയുന്നതിനെ കോടതിയിൽ നേരിട്ട് കൊള്ളാമെന്നാണ്, നിയമപരമായി നേരിട്ട് കൊള്ളാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത് മറ്റ് ഇവിടെ സംസാരിച്ച പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ മെർക്കിൻസ്റ്റൺ കേസിൻ്റെ കാര്യം പറഞ്ഞു. മെർക്കിൻസ്റ്റൺ കേസിൻ്റെ വിഷയത്തിൽ ബിനോയ് വിശ്വം അല്ല പ്രതിസ്ഥാനത്ത്. അതിൻ്റെ വിഷയങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചാൽ അത് കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ട് അത് ബിനോയ് വിശ്വത്തെ ഏതാണ്ട് ഔദാര്യത്തിൻ്റെ ഭാഗമായി സംരക്ഷിച്ചു എന്നൊക്കെ റെജി ലൂക്കോസ് പറഞ്ഞത് അത് ശരിയല്ല, വസ്തുതാപരമായി ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്, ഒരു CPI-CPM മൂപ്പിളമ തർക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിഷയമായിട്ട് പോലും ഞാൻ ഇതിനെ കാണുന്നില്ല. ഈ അഴിമതി കേസുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആരോപണങ്ങൾ വരിക എന്നുള്ളത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഗുരുതരമായ സാഹചര്യമാണ്. അത് വളരെ അപൂർവമായി മാത്രം വന്നിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ VSന്റെ മകനെതിരായിട്ട് അദ്ദേഹം ലോട്ടറി കേസിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ ആരോപണം വന്നപ്പോൾ VS എങ്ങനെ പ്രതികരിച്ചു? അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്താണ്. അദ്ദേഹം പറഞ്ഞത് അവൻ പ്രായപൂർത്തിയായ വ്യക്തിയാണ്, അവനെതിരെയുള്ള കേസ് നിയമപരമായി നേരിടാൻ അവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലോട്ടറി കേസിൽ ഇടപെട്ടു എന്നുള്ളൊരാക്ഷേപം വന്ന സ്ഥിതിക്ക് ആ വിഷയവും കൂടി CBI അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനം ഔദ്യോഗികമായി ആവശ്യപ്പെടും. അങ്ങനെ കത്ത് കൊടുത്തു.
അദ്ദേഹത്തിനെതിരെയുള്ള മുഴുവൻ ആരോപണവും പ്രതിപക്ഷ നേതാവ് എഴുതി തന്നാൽ അദ്ദേഹം പറയുന്ന വ്യക്തിയെ കൊണ്ട് അന്വേഷിപ്പിക്കാം, ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാം എന്നാണ് നിലപാടെടുത്തത്. കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത നിലപാട്, അതായത് പാർട്ടിയുടെ ഒരു നിലപാട് വളരെ വ്യക്തമായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പം കാണുന്നത് പോലെ കുടുംബത്തെ കൂടി സംരക്ഷിച്ചു കൊണ്ട് വേണം പോകാൻ എന്നുള്ളൊരു സാഹചര്യം ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ മുഴുവൻ വെയിറ്റും കൂടെ കൂട്ടത്തിൽ കെട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ചെയ്തത് എന്താണ്? ഈ കമ്പനി ചെയ്തത്, ഇവിടെ കമ്പനി രജിസ്റ്റർ ചെയ്തത് AKG സെൻറ്ററിൻ്റെ പേരിലാണെന്നുള്ളത് ശരി, അല്ലാതെ AKG സെൻറ്ററിൽ ചോദിച്ച് അവർ പറഞ്ഞതുപോലെ അല്ലല്ലോ ഈ കമ്പനി പ്രവർത്തിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യം എന്താണ്? അതിനാണോ രക്തസാക്ഷികൾ വില കൊടുത്തത്? ഈ ചോദ്യം പാർട്ടിയിലെ ഓരോ സാധാരണക്കാരൻ്റെയും മനസ്സിലുള്ള ചോദ്യമാണ്. പക്ഷേ സ്ഥാനമാനങ്ങൾ കിട്ടുന്നവർ ഒരുപക്ഷെ ആ ചോദ്യം ചോദിച്ചു കൊള്ളണം എന്നില്ല. അവിടെയാണ് ഞാൻ നേരത്തെ ഭാഷയുടെ കാര്യമൊക്കെ പറഞ്ഞത്. ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ അങ്ങ് വിധേയരായി അവസാനം സ്വരം പോലും അതുപോലെ ആയി വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് നമ്മൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആവശ്യത്തിൽ കവിഞ്ഞ് ഈ CPIയോട് കയർക്കുകയാണ് ഇപ്പോൾ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. CPI എന്നൊരു പാർട്ടിക്ക് അതിനുള്ള ബാധ്യതയില്ല. CPIക്ക് അതേസമയം ഒരു വിഭിന്ന സ്വരം സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് സ്വയം വളർച്ചയ്ക്ക് വേണ്ടി എന്നൊക്കെ ശ്രീകുമാർ പറഞ്ഞത് ശരിയായിരുന്നെങ്കിൽ അവർ കലഹിക്കേണ്ടിരുന്ന ഒരു പ്രധാന വിഷയം ആശാസമരമായിരുന്നു, അതുപോലത്തെ പല അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. അതിലൊന്നും അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന ഘട്ടമായതുകൊണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവർ ഉള്ളിൽ പറയുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളൊക്കെ അവരോട് ആശയവിനിമയം നടത്താറുണ്ട് ഇവരുമായിട്ടൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെ ഇതിലുള്ള കൺസേൺ നമുക്ക് ബോധ്യമുണ്ട്. ഞാൻ വ്യക്തിപരമായി ഇന്ന ആൾക്കെന്നൊന്നും പറയുന്നില്ലെങ്കിലും. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളെല്ലാം നിലനിൽക്കെ ഈ വിഷയം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരാൾക്ക് ഒരു തരത്തിൽ ന്യായീകരിക്കാവുന്ന വിഷയമല്ല ഇപ്പോൾ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ CMRL എന്ന് പറയുന്ന കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയാണ്. അത് സ്വകാര്യ വ്യക്തി, അവർക്ക് അവകാശമില്ലേ എന്നൊക്കെ തത്വത്തിൽ ചോദിക്കാമെങ്കിലും ഒരു വ്യക്തി കമ്പനി തുടങ്ങാൻ പോകുമ്പോൾ അവരുടെ, ഇപ്പോൾ മുഖ്യമന്ത്രി പറയാണ് എൻ്റെ ഭാര്യ അവളുടെ അമ്മ കുറച്ച് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ തുക കൊടുത്തു, അതുകൊണ്ട് അങ്ങോട്ട് പോയി. വെറുതെ അത് അണ്ടിപ്പരിപ്പത് ഞാനില്ല. അവർ പോയ വഴിക്ക് അവിടെ കർത്തയുടെ കമ്പനി കയറി എംപവർ ഇന്ത്യയിൽ നിന്ന് പൈസയും വാങ്ങിക്കൊണ്ടാണ് പോയത്. 2015 മുതൽ ആ കമ്പനിയിൽ നിന്ന് പൈസ കിട്ടിക്കൊണ്ടിരുന്നതാണ്. 2019 മുതൽ അതിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റി അവർക്ക് കൺസൾട്ടൻസി പോലെയും അവരുടെ കമ്പനിക്ക് തുകയും കിട്ടുന്ന പ്രതിമാസം കിട്ടുന്ന രീതിയിൽ മാസപ്പടിയാക്കിയത് മാറ്റിയെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതെല്ലാം രേഖയിലുള്ള കാര്യമാണ്. ഇനി എന്തെങ്കിലും സേവനം കൊടുത്തു എന്ന് ഇല്ല, കൊടുത്തിട്ടില്ല, വാദത്തിന് വേണ്ടി വെക്കുക. സേവനം കൊടുത്താൽ പോലും ആ കരാർ അഴിമതിയാണ്. ആ കമ്പനി അഴിമതിയിൽ പിറന്ന, അഴിമതിയിൽ ഗർഭം ധരിച്ച കമ്പനിയാണത്. അപ്പോൾ അതിനെക്കുറിച്ച് സാമാന്യ ബുദ്ധിയുള്ള ഇവിടുത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത എല്ലാ വ്യക്തികൾക്കും അറിയാം. പിന്നെ ന്യായീകരിക്കുകയാണ്. എന്താണ് മൂലധനം? മൂലധനം മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നുള്ള രാഷ്ട്രീയ നേതാവിൻ്റെതാണ്. അപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഈ സമീപനമല്ല CPM എടുത്തുകൊണ്ടിരുന്നത്. ജയ്ഷയുടെ കാര്യത്തിൽ ഈ സമീപനമാണോ എടുത്തത്? ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ കാര്യത്തിൽ ഈ ഒരു സമീപനം ഈ കമ്പനി തുടങ്ങാനുള്ള ആദ്യ നിക്ഷേപത്തിനുള്ള പണം ഈ പറയുന്നത് പോലെ ഈ വീണ വിജയന്റെ അമ്മയുടെ പെൻഷൻ കാശിൽ നിന്നാണ് എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് പോലെ ആയിരിക്കാം, നമുക്ക് അറിയില്ല. അവിടെ കൊണ്ടുപോയി ആ സംരംഭം തുടങ്ങുന്നു. അതിനുശേഷം ചില സാമ്പത്തിക പരാധീനതകളുണ്ട്, ആ കമ്പനി നഷ്ടത്തിൽ പോകുന്നു. ആ സമയത്ത് CMRL നിന്ന് എംപവർ, ഒരു നിമിഷം, ഇത് ഞാൻ ആ ഒരു വാദമായി അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉയർന്നു വന്ന വാദം എന്ന നിലയ്ക്ക് പറയുകയാണ്. എംപവർ ഇന്ത്യയിൽ നിന്ന് 90 ലക്ഷം രൂപയുടെ പണം വാങ്ങുന്നു. അപ്പോഴും അല്ലെ ഒരു കരിമണൽ കമ്പനി, CMRLുമായി ബന്ധപ്പെട്ട അതേ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുള്ള ഒരു കമ്പനി, ആ കമ്പനിയിൽ നിന്ന് ഇത്രയും വലിയ എമൗണ്ട് കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം വരുമ്പോഴും ഇതൊരു ആരോപണത്തിന് വഴിവെക്കുമോ എന്ന ചിന്ത പോലും ഉണ്ടാകാതെ പോകുമോ? ഇനി അങ്ങനെ ഒരു ചിന്ത ഉണ്ടായത് പാർട്ടി അറിയാതെ പോകുമോ? മാധു, ഈ പറയുന്ന കഥയൊക്കെ ആരോടാണ് പറയുന്നത്? ടെക്നോ പാർക്കിലെ ലീല ബിൽഡിങ്ങിലാണ് RP ടെക് സൊല്യൂഷൻസ് എന്നുള്ള രവി പിള്ളയുടെ കമ്പനി തുടങ്ങുന്നത്. ആ കമ്പനിക്ക് തൊട്ടടുത്ത കമ്പനികൾക്ക് സ്ക്വയർ ഫീറ്റ് വാടക എത്രയാണെന്നും ആ കമ്പനിക്ക് എത്രയാണ് വാടകയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബാങ്ക്രപ്റ്റ് ആകുന്ന പോലെ നിന്നിരുന്ന കൃഷ്ണൻ നായരെ എന്തിനാണ് രവി പിള്ളയ്ക്ക് സബ്സിഡി കൊടുക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. പറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിക്കേണ്ട. ഇതെങ്ങനെയാണ് തുടങ്ങിയതെന്നും എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നും അവിടെ നിന്നാണ് പിന്നെ ഈ കമ്പനി തുടങ്ങാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അന്വേഷിച്ചാൽ ഇതെല്ലാം ബോധ്യപ്പെടാവുന്ന കാര്യമാണ്.
ഇത് നേരത്തെ CPM പോലൊരു പാർട്ടി ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുമായിരുന്നു. അല്ല, അപ്പോഴൊക്കെ പക്ഷേ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനവും വ്യക്തിപരമായി തുടങ്ങുന്ന സംരംഭത്തിന്റെയും പ്രിവിലേജ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോഴൊക്കെ വ്യക്തിയാണല്ലോ, ഇപ്പോഴല്ലേ പാർട്ടിയാവുന്നത്. മാധു, അങ്ങനെ ഒരു വ്യക്തിക്ക് ആ സൗജന്യങ്ങൾ കിട്ടില്ല എന്ന് നമുക്കറിയാം. ഇത്തരം വളരെ പ്രമുഖരായ വ്യവസായികൾ അത്തരം സൗജന്യങ്ങൾ, there are no free lunches in life. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറയുന്നു, ആ ലെവലിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇതിങ്ങനെ കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൂ, ആ വ്യക്തിക്ക് മാത്രം കിട്ടുന്നത്. അങ്ങനെ ചില സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഉണ്ട്. ഈ മക്കൾ ബിനാമികളായി പ്രവർത്തിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പലരും അവരുടെ സ്ഥാപനങ്ങളിൽ വലിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും മറ്റു പലതും ഒക്കെ ഇരുന്നാണ് കിട്ടിയിരുന്നെങ്കിൽ ഇത് ഒരു പടി കൂടി കടന്ന് ഇതുപോലത്തെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുകയും അവർക്ക് സൗജന്യമായി കോൺട്രാക്റ്റുകൾ കിട്ടുകയും ആ കോൺട്രാക്റ്റുകളുടെ പേരിൽ ചെയ്യാത്ത സേവനത്തിൻ്റെ പേരിൽ പണം ബാങ്കുകളിലേക്ക് വരികയും എല്ലാം ചെയ്യുന്നത് അഴിമതിയാണ്. അത് ടാക്സ് അടച്ചുകൊണ്ട് അഴിമതി അല്ലാതാവില്ല. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ചോദിക്കുകയാണ്, ടാക്സ് അടച്ചാൽ പിന്നെ കള്ളപ്പണമാകുമോ? നമ്മൾ ഒറ്റ വാചകം കൂടി മാധു, ഒറ്റ കാര്യം കൂടി. ലോട്ടറി കേസിൽ നമുക്ക് ലോട്ടറികളുടെ കാര്യം അറിയാം. ഇവിടെ ലോട്ടറി അടിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അതിൽ കൂടുതൽ പണം കൊടുത്തുകൊണ്ട് ആ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന ഒരു മാഫിയ ഇവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അവർ ചെയ്യുന്നത്? എന്തിനാണ് അവരെ പണം കൊടുക്കുന്നത്? അപ്പൊ ഇത് വൈറ്റ് ആക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാതെ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചോദ്യം കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് അതാണ് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം. റെജി ലൂക്കോസ്, ഇപ്പോ അങ്ങ് നേരത്തെ പറഞ്ഞു രാഷ്ട്രീയമായ ബോധ്യത്തിൽ നിന്നാണ് പിന്തുണകൾ ഉണ്ടാകുന്നത് എന്ന്. ഇപ്പോ നമ്മളോട് ശ്രീ ജോസഫ് സി മാത്യു സംസാരിച്ച കുറേയേറെ കാര്യങ്ങളുണ്ട്. മാധ്യമങ്ങൾ നിരന്തരമായി ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രതിപക്ഷം നിരന്തരമായി ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ വിധികളുടെ ഭാഗമായി പുറത്തു വന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയ മറുപടി കിട്ടുകയാണെങ്കിൽ രാഷ്ട്രീയമായ ബോധ്യമുണ്ടാകും. മറുപടി ഇല്ലാത്തിടത്ത് എങ്ങനെ ഉണ്ടാവാനാണ് ഈ രാഷ്ട്രീയ ബോധ്യം? അല്ല മാധു, അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് സാറ് അച്ഛൻ്റെ മകളായതുകൊണ്ടാണ് 2015 മുതൽ, അങ്ങനെ ഒരു കഥ ഞാൻ ആദ്യം കേൾക്കുവാണ്, അത് അവർക്ക് അവരുടെ ഒരു രജിസ്റ്റേർഡ് സ്ഥാപനത്തിലേക്ക് പണം ഒഴുകിയതെന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് അദ്ദേഹം സാക്ഷിയായ ഒരു കാര്യം ഞാൻ പറയാം. സാക്ഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാവുന്നൊരു കാര്യം. ബഹുമാനപ്പെട്ട VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് പച്ചക്കള്ളങ്ങളുടെ ആരോപണങ്ങൾ, അതാരെങ്കിലും VS-നെ പോലെ ഒരാളുടെ മകനെക്കുറിച്ച് കേരളത്തിൽ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടത്. സത്യത്തിൽ അത് മാധ്യമങ്ങളല്ല ആരോപിച്ചത്, പ്രതിപക്ഷം ആരോപിച്ചത്. അവസാനം അവർക്ക് നാണം കണ്ടോന്ന്. അന്ന് VS-നോടൊപ്പം ചേർന്ന് നിന്നൊരാളാണ് ബഹുമാനപ്പെട്ട ജോസഫ് സാറ്. ഇപ്പോൾ VS-ൻ്റെ മകനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നുള്ള ജോസഫ് സാർ അന്ന് അങ്ങനെ അഭിപ്രായം പറഞ്ഞായിരുന്നു. അങ്ങനെ പറയാൻ ഇപ്പോൾ പറ്റുമോ? കാരണം VS-നെ പോലെ ഒരാളെ ഇത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കേരള ആദരവോടെ കാണുന്ന VS-നെ കുറിച്ചാണ് തൊഴിലാളി വർഗത്തിൻ്റെ നേതാവിനേക്കാൾ ഉപരിയായിട്ട് കൃത്യമായ രീതിയിലുള്ള കേരളം കണ്ട ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രിമാരിൽ ഒരാളായ VS-ന്റെ എല്ലാ അന്വേഷണവും രാഷ്ട്രീയപ്രേരിതമാണെന്ന് പറയുകയല്ലേ ചെയ്യുന്നത്? അന്ന് VS അന്വേഷണത്തെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് അവസാനിപ്പിച്ചത്. അല്ല, ഇത് കേട്ടോളൂ, ഞാൻ പറയണതൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെ നിൽക്കൂ. അന്ന് എത്ര മാസങ്ങളോളാണ് അത് പൊതുവേദിയിൽ ചർച്ച വന്നത്. അദ്ദേഹത്തിന് പിന്നെ എവിടെയാ ബാലിയിലോ എവിടെയെങ്ങാണ്ടൊക്കെ സ്ഥാപനങ്ങളുണ്ട്, അദ്ദേഹത്തിന് യാത്രകൾ ദുരൂഹമാണെന്നൊക്കെ പറഞ്ഞ് എത്ര നുണകളാണ് സ്വാത്വികനായ ഒരു മുഖ്യമന്ത്രിയുടെ മകനെ കുറിച്ച് പറഞ്ഞത്. അവസാനം എന്താണ് സത്യം? രാഷ്ട്രീയ വേട്ട ഇത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് മുഖ്യമന്ത്രി എന്ത് ന്യായീകരണമാണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമാണ്. അതിലൂടെ അദ്ദേഹത്തിനെ വേട്ടയാടുന്നത് എങ്ങനെയാ? മുഖ്യമന്ത്രിയെ വേട്ടയാടി വീണ്ടും സർക്കാരിലേക്ക് വരിക. ഒറ്റ ചോദ്യം, 2 കാര്യങ്ങൾ പറയട്ടെ, 2 സെന്റൻസ് ഞാൻ നിർത്താം. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ഗവർണർമാരുടെ ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിന് അതിനെ രൂക്ഷ വിമർശനം നടത്തുകയും സമയപരിധി നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, BJP ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു, പിന്നെ ഗവർണർമാരെ ദുരുപയോഗം ചെയ്യണു, സംസ്ഥാന സർക്കാരുകളെ ക്ഷീണിപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്, അത് കൂടാതെ തന്നെ സംസ്ഥാന സർക്കാർ ഗവർണറെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ VD സതീശൻ രംഗത്ത് വന്നു. എന്തിനാ അദ്ദേഹം വന്നേ? അദ്ദേഹം വരാനൊരു കാരണമുണ്ട്. കാരണം അവർക്കും അവരുടെ 2-3 സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നുണ്ട്. 2017 സെപ്റ്റംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട ഏറെ ബഹുമാനിയായ സോണിയാഗാന്ധി ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ലേഖനം എഴുതി. ജോസഫ് സാർ വായിച്ചിട്ടുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ്. അതിനകത്ത് അവരെന്താ പറഞ്ഞേ? പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ
കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന ശക്തമായ രീതിയിലുള്ള ലേഖനം എഴുതി. അതവർ വീണ്ടും 2018 ആവർത്തിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൽ. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്ന എന്തുകൊണ്ടാണ് ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾ 2021 മുമ്പിലുള്ള തനിയാവർത്തനങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അതും നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം. 135 കോടി രൂപ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാർക്ക് കൊടുത്തതിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരുണ്ട്, രമേശ് ചെന്നിത്തല, ബി കെ കുഞ്ഞിയുടെ, ഇബ്രാഹിം കുഞ്ഞിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. അവർക്കെതിരെ ഒരു ആരോപണവും ഇല്ലാതെ ഉണ്ട്. തൻ്റെ സ്ഥാപനത്തിലൂടെ വ്യവസ്ഥാപിതമായിട്ട് ഇൻകം ടാക്സ് ഇന്റേണൽ സെറ്റിൽമെന്റ് നടത്തിയ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് നടത്തിയ ആ വനിതയെക്കുറിച്ച്, സ്വയം സംരംഭയെക്കുറിച്ച് മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നവരുടെ സർക്കാരിനെ ഇകഴ്ത്തി രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരുപാട് വസ്തുതാപരമായ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? CMR ബോർഡ് ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ അവിടെ പിഴയടച്ച് ആ സെറ്റിൽമെന്റ് നടത്തുന്നത് എക്സാലോജിക് അല്ല. ഞാൻ മാധവനോട് കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ ഈ പറഞ്ഞു ഈ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ സംരംഭം, അവർ രജിസ്റ്റേർഡ് സംരംഭമാണ്. അവരൊരു സ്ഥാപനമായിട്ട് എഗ്രിമെന്റ് ചെയ്ത എഗ്രിമെന്റ് പൈസ ത്രൂ ബാങ്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആരെങ്കിലും നേരിട്ട് കാശ് മേടിച്ചല്ലാണ്ട് ബാങ്കിലൂടെ കാശ് മേടിച്ചിട്ടുണ്ടോ? അവസാനം രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ? നിങ്ങളാരും അവരെ കുറിച്ച് അത് എത്ര ഭീമമായ എമൗണ്ടാണ്, എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടുന്നില്ല? വ്യവസ്ഥാപിത മാർഗത്തിലൂടെ സെറ്റിൽമെന്റ് നടത്തി ടാക്സ് അടച്ചിരിക്കുന്ന ഒരു എമൗണ്ടിനെ കുറിച്ച് ഇതുപോലെ ആരോപണങ്ങൾ വരുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് ചാരി കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് കിട്ടിയെന്ന് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരിൽ പഴിചാരി അന്തസ്സില്ലാത്ത ആക്രമണം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ചുമതല ആർക്കുമില്ലേ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ലേ? പറഞ്ഞ് പണം വാങ്ങി അത് വെളുപ്പിച്ചു എന്നാണ്. ടാക്സ് അടച്ച് ഈ പറയുന്ന ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് അതിന് ടാക്സ് അടച്ചാണ് പണം വെളുപ്പിക്കുക. അല്ല മാധു, അതെന്തൊരു ലോജിക്കാ? അനധികൃതമായ രീതിയിലുള്ള പണം സമ്പാദിച്ചാൽ ഉടനെ ബാങ്കിൽ ചെന്നിട്ട് അത് ടാക്സ് കൊടുത്ത വെളുക്കുന്നത് മാധുവിനെ എവിടെ നിന്ന് കിട്ടിയ മാധു എത്ര മിടിക്കുക, അങ്ങനെ പറയാമോ? അത് കള്ളപ്പണമാണ്. അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകും. നിങ്ങൾ അതിനാണ് വെളുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്, വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ ഡെപ്പോസിറ്റ് ചെയ്ത ഒന്നില്ല വിദേശത്തുണ്ട് തിരിച്ച് ബാങ്കിലേക്ക് പറയുന്നത്. മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത് അതിനല്ലേ? മാത്രമല്ല ഈ സേവനം എന്താണ് എന്ന് വ്യക്തമാകാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കിയത്. ഇതൊക്കെ വളരെ ബേസിക് ആയ കാര്യങ്ങളാണ്. ഇത് വളരെ ബേസിക് ആയ കാര്യങ്ങളാണ്. ഈ ചർച്ച ഏതാണ്ട് തുടങ്ങിയിട്ട് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട CMRലുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയ കാലത്ത് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളാണ്. അത് അതേ വിഷയങ്ങൾ, അതേ കാര്യങ്ങൾ തന്നെ പിന്നെയും ചർച്ച ചെയ്തു പോകാന്ന് പറയുന്നത് പ്രേക്ഷകരോട് കാണിക്കുന്ന നീതികേടുമാണ്. ശ്രീ റെജി ലൂക്കോസ്, ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് BJPയും എല്ലാം ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നു. അങ്ങ് നേരത്തെ പറഞ്ഞത് ബിനോയ് വിശ്വം, അതായത് റെജി ലൂക്കോസിനോട് ചേർന്ന് എന്ന് പറഞ്ഞത് ബിനോയ് വിശ്വം ഈ അഭിപ്രായം LDFൽ പറയണം എന്നുള്ളതായിരുന്നു. LDFലാണ് പറയേണ്ടത് എന്ന് ബോധ്യമില്ലാത്തൊരു രാഷ്ട്രീയക്കാരനാണോ ബിനോയ് വിശ്വം? അദ്ദേഹം ഇതേ സംവിധാനത്തിന്റെ ഭാഗമായി എത്ര പതിറ്റാണ്ടുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവകാശപ്പെടാനുണ്ട്. LDFലാണ് പറയേണ്ടത് എന്ന ബോധ്യമുണ്ട്. പക്ഷെ LDFൽ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരണ്ടേ? LDFൽ നിന്ന് പറയുന്ന കാര്യങ്ങളിൽ CPI ഇന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയതെന്ന് പുറത്തു വരുമോ? ഇല്ല. പുറത്തേക്ക് വരുന്നത് പക്ഷേ എന്താണ്? പുറത്തേക്ക് രാഷ്ട്രീയ തീരുമാനമായി പുറത്തേക്ക് വരുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കാര്യം രാഷ്ട്രീയ വേട്ടയാണ്, അതിനെ ആ രീതിയിൽ പ്രതിരോധിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ CPI ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത്, തിരുത്തൽ ശക്തി എന്നൊക്കെയാണല്ലോ CPI അവകാശപ്പെടുന്നത്, അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് എങ്ങനെ നാട്ടുകാരറിയും? നോക്കൂ മാധു, ഞാൻ പറഞ്ഞതിൽ രണ്ട് അർത്ഥമുണ്ട്. ഞാൻ രണ്ട് കാര്യം പറഞ്ഞിരുന്നു. LDFൽ പറയാനോ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാനോ ഉള്ള അവസരം CPIക്ക് കൊടുക്കുന്നില്ല. സാധാരണ ഇതിലിപ്പോൾ UDF ഭരിക്കുമ്പോഴാണെങ്കിലും, ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ UDF ഭരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ആരും പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല, ഒരു ഘടകകക്ഷിയും വന്നിട്ടില്ല. ആരെങ്കിലും അഭിപ്രായം അദ്ദേഹത്തോടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അത് നമുക്കറിയാനുമില്ല. അങ്ങനത്തെ ഒരു സംവിധാനമല്ല ഇവിടെ എന്താ വെച്ചാൽ ഒരു അപ്രമാദിത്വമുണ്ട് CPMൻ്റെ. അങ്ങനെ അപ്രമാദിത്വം പറയുമ്പോൾ LDFൻ്റെ യോഗം ചേരുന്നില്ല, മുഖ്യമന്ത്രിയെ കാണാൻ ഘടകകക്ഷി നേതാക്കൾക്ക് അനുവാദം കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ CPIയുടെ ബിനോയ് വിശ്വമല്ല തീരുമാനമെടുത്തത്,
CPIയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. ആ കമ്മിറ്റിയുടെ തീരുമാനം ബിനോയ് വിശ്വം പറഞ്ഞു. നേരെ മറിച്ച് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കണമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് LDFിൽ പറയണമെന്നുള്ള CPMൻ്റെ അഭിപ്രായത്തോടെ യോജിച്ചെന്നുകൊണ്ട് പറഞ്ഞതല്ല. ഇവിടെ പക്ഷേ 2 കാര്യം CPI നേടി. അത് വളരെ രസകരമാണ്. ഒന്നെന്താണ്, CPMനെതിരായിട്ടുള്ള ജനവികാരം പല വിധത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് CPIക്ക് വളരെ ലളിതമായി കാണിക്കാൻ കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, LDFിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന രാഷ്ട്രീയ വേട്ട എന്നാണ് CPM പറഞ്ഞിരുന്നത്. അതിന് ബിനോയ് വിശ്വം ഒരു മറുപടി കൊടുത്തു. എന്താണ്, ഈ എക്സാലോജിക്കിൻ്റെ വിഷയം LDFിൻ്റെ വിഷയമല്ല. LDFിൻ്റെ വിഷയമല്ല എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി CPI സാധിച്ചെടുത്തു. എന്താണത്? ഇതിൻ്റെ പേരിൽ LDF യോജിച്ച ഒരു കേന്ദ്രവിരുദ്ധ സമരത്തിന് തയ്യാറല്ല. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയവും മുഖ്യമന്ത്രിയുടെ മക്കളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും ചുമക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ 2 കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലാണെങ്കിൽ പോലും സമൂഹത്തിലേക്ക് പ്രതിഫലിപ്പിക്കാൻ ബിനോയ് വിശ്വത്തിന് സാധിച്ചു എന്നുള്ളത് അവരുടെ വിജയമാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഏത് വിഷയത്തിലാണ് CPIയുടെ അഭിപ്രായം ഈ ഇടതുമുന്നണി വിലപിച്ചിട്ടുള്ളത്? അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആഴ്ച പാടാണ്. അതായത് കേരള വിഷയം വന്നു. ഒരു മിനിറ്റ്, കേരളയിൽ ശരി. ശ്രീ ജേക്കബ് ജോർജ്, പക്ഷേ പ്രതിപക്ഷത്തിന് പറയാനുള്ള ഒരു ആയുധം കൂടി കിട്ടിയിരിക്കുകയാണ്. CPI എങ്കിലും ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അത് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ചർച്ചയിൽ തുടരുകയുമാണ്. അല്ല, അത് ശരിയാണ്. CPIയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞോ അതോ CPIക്ക് സ്വന്തം നിലപാട് CPMനെ ബോധിപ്പിക്കാൻ കഴിഞ്ഞോ അതൊരു ചോദ്യമാണ്. പക്ഷേ ശ്രീകുമാർ പറഞ്ഞതുപോലെ CPIക്ക് സ്വന്തം ഐഡൻറ്റിറ്റി ഇപ്പം പുറത്ത് കാണിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്, ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഐക്യമുന്നണി സംസ്കാരം, ഐക്യമുന്നണി പ്രസ്ഥാനം, കേരളത്തിൽ 2 മുന്നണികളായിട്ട് നിൽക്കുന്ന പാർട്ടികൾ, ആ പാർട്ടികളുടെ സംസ്കാരം എന്ന് പറയുന്നത് ആ പാർട്ടികളുടെ കൂട്ടുകെട്ട്, അതിന് കുറേ ചരിത്രമുണ്ട്, വലിയ ചരിത്രമുണ്ട്, നീണ്ട ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ഒരു മുന്നണിക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു ഐക്യരൂപമുണ്ട്. ആ രൂപത്തെ സംരക്ഷിച്ച് നിർത്താൻ, ജനങ്ങളുടെ മുന്നിൽ തുറന്ന് പ്രദർശിപ്പിക്കാൻ ഇത് ഞങ്ങളുടെ മുന്നണിയാണ്, ഐക്യമുന്നണിയാണ് എന്ന് കാണിക്കാനുള്ള ബാധ്യത CPMന് മാത്രമല്ല, അത് എല്ലാ പാർട്ടികൾക്കുമുണ്ട്. ശ്രീകുമാർ പറഞ്ഞതുപോലെ നേരിട്ട് നേതാക്കൾ തമ്മിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ, സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, ഇല്ല എന്ന് ഞാൻ കരുതുന്നില്ല. സർക്കാരിനെതിരെയോ നേതാക്കൾക്കെതിരെയോ അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ മറുപടി പറയണമെന്നുള്ളത് പാർട്ടി നയമാണ്. ആ പാർട്ടി നയമാണ്. ചെയ്യുന്നുണ്ടോ? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് മുന്നണി ഒരു ഐക്യത്തോടു കൂടി ഒരു തീരുമാനം എടുത്ത് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.